ഹായ് ഫ്രണ്ട്സ്, രാത്രി 8 മണിയായിട്ടുണ്ട്. കനലിൽ വെച്ച് ചുട്ടെടുത്ത് നല്ല മരിച്ചീനി തേങ്ങയും മുളകും ഉള്ളിയും ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ആയിട്ട് ഇന്നത്തെ രാത്രി നമുക്ക് പൊളി പൊളിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ അടുപ്പിൽ ഉച്ചയ്ക്ക് കിടന്ന കനലൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരി എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, രാത്രിയായിട്ടും ചൂട് മാറിയിട്ടില്ല. ഈ അടുപ്പ് ആ കനലിൽ കൊണ്ടുപോയി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് മരിച്ചിനി ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ 2-3 പേപ്പറൊക്കെ എടുത്ത് കത്തിച്ച് നോക്കി. ഇപ്പൊ തന്നെ ഞാൻ റെഡിയാക്കി തരാന്നുള്ള മട്ടില് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല. ഇത് കത്തിക്കാനുള്ള മണ്ണെണ്ണയോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഇങ്ങനെ തന്നെ കത്തിച്ചെടുത്താലേ രക്ഷയുള്ളൂ. കത്തിക്കാൻ മണ്ണെണ്ണയോ ഒന്നും തന്നെ കരുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വഴക്കം തുടങ്ങി. എനിക്കാണെങ്കിൽ ദേഷ്യവും വന്നു. എന്നാലും വിടില്ലെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പേപ്പറെല്ലാം പറക്കിയിട്ട് കത്തിക്കല്. പേപ്പറിന്റെ പച്ചയിൽ തീയ നാളെ കത്തി തുടങ്ങിയതും ബന്ധുവായ നന്ദു മരിച്ചിനിയായിട്ടെത്തി. ഇപ്പൊ തന്നെ അവൻ അതിലിടുവെന്നുള്ള മട്ടായപ്പോ ചേട്ടൻ പറഞ്ഞു, വേണ്ട ഇപ്പോഴല്ല ഇടുന്ന കേട്ടോ. അല്ല വെക്കണ്ട, തീയായില്ല സൈഡില്. ഈ പറഞ്ഞ നിമിഷം കൊണ്ട് പേപ്പറെല്ലാം കത്തി തുറന്നു വീണ്ടും ദയ കിടക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, എല്ലാവരും കൂടെ കളത്തിലിറങ്ങി എല്ലാവരും കിട്ടിയതെല്ലാം തൊണ്ടും ചകിരിയും ചിരട്ടയും എല്ലാം കൊണ്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തീ കത്തിക്കാൻ തുടങ്ങി. എന്തായാലും എല്ലാവരും കൂടെ ഒത്തുപിടിച്ചപ്പോൾ തീ അങ്ങ് ആളിക്കത്തി. പിന്നെ ഞാനിതാ നോക്കുമ്പോൾ ചുറ്റും പുകയും ആവിയൊക്കെ ആയിട്ട് ചേട്ടൻ ഇതാ ഒരു പാത്രമായിട്ട് വീശി എന്തായാലും തീ കത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം പുക കൊണ്ട് നിറഞ്ഞിട്ടുമുണ്ട്. തീയൊക്കെ ഒന്ന് നന്നായിട്ട് കത്തി തൊണ്ടും ചിരട്ടയൊക്കെ ഒന്ന് കനലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ മരിച്ചിനി വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരിച്ചിനി വെക്കാനായിട്ട് പോവുകയാണ്. വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പ ചുട്ടെടുക്കുന്നത്. ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ടേസ്റ്റ് കൊണ്ടായിരിക്കും ചേട്ടൻ കപ്പ ചുടാന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ചാടി പുറപ്പെട്ടത്. കനലായ ചെറിയ തൊണ്ടുകളെല്ലാം വീണ്ടും അതിൻ്റെ പുറത്തൊക്കെ കയറ്റി വെച്ച് കൊടുത്തു, എങ്കിലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതേ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെമ്പരത്തി ഇങ്ങനെ പൂവൊക്കെ വാടിപ്പോയി. രാത്രിയായപ്പോഴേക്കും 2 നമ്മുടെ കിളിക്കുട്ടന്മാർ ഇങ്ങനെ നോക്കുകയാണ്. ആരടാ ഇവിടെ പുകച്ച് ഞങ്ങളെ ഇരിക്കാൻ സമ്മതിക്കാത്തെന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. രാത്രിയാണെങ്കിൽ എല്ലാവരും ആക്റ്റീവായി കേട്ടോ. ഒരുമിച്ച് നിന്ന് കപ്പയൊക്കെ ചുട്ടെടുക്കുകയാണ് എല്ലാവരും കൂടെ. ഗഗനക്കുട്ടം പുകയെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അതിൻ്റെ ചുറ്റും കറങ്ങി നടക്കലാണ്. തീ പിടിച്ച തൊണ്ടിൻ്റെ ഇടയിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പരതി നോക്കി ഞങ്ങളുടെ മരിച്ചിനി എവിടെ കൂടെയെങ്കിലും കാണാം. ഒരു ഭാഗം ഈ ഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ, ബാക്കിയെല്ലാം ഫില്ലായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ എന്തായാലും ഞാനും കൂടെ ചേർന്ന് കേട്ടോ ഓരോരുത്തരായിട്ട് മാറി പാത്രം വീശി കനലിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചിനി വെച്ചിട്ട് കുറച്ച് സമയം ഒരു ഭാഗം പുറത്തു ഇരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീയൊക്കെ പൊളിച്ച് നോക്കി കേട്ടോ. അതേ നന്നായിട്ടൊന്നും ആയിട്ടില്ല, ഒരു ഭാഗം മാത്രം നന്നായിട്ട് ഇപ്പം തന്നെ കരിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെറുതായിട്ടൊക്കെ തീ അടിച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ കറക്റ്റായിട്ടൊക്കെ ഇതൊക്കെ പറക്കി വെച്ചിട്ട് തൊണ്ടൊക്കെ വെച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം കേട്ടോ. മരിച്ചിനിയൊക്കെ തിരിച്ചും മറിച്ചും വീണ്ടും കനലിലാക്കി ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. വീണ്ടും നന്നായിട്ടായിട്ടില്ല, ഇനി കുറേ ടൈം കൂടെ ഇരുന്നാലേ റെഡിയാവുള്ളൂ എന്ന് തോന്നണം. അപ്പോൾ ഞാനും കൂടെ കൂടി കേട്ടോ. കമ്പൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചു. നല്ല കനലായി കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, തീ ഭയങ്കരനാണ് കേട്ടോ. ഇനിയൊരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ മരിച്ചിനി റെഡിയാവും. അപ്പോൾ മരിച്ചിനിയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടെ ചേട്ടൻ കമ്പിയിൽ കോർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കനലിൻ്റെ പുറത്ത് തന്നെ ഇതേ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഇവിടെ ഇരുന്ന് ഇത് റെഡിയാവും. കമ്പി എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ അവളുടെ ഓരോരോ കളിപ്പാട്ടായിട്ട് പുറത്തിറക്കി കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് നല്ല പുകയുണ്ട്. അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കണില്ല. ചേട്ടൻ ഇതാ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മുളകിന്റെ സ്മെല്ലും വരുന്നുണ്ട്. ചുട്ടെടുത്തതെല്ലാം കൂടെ ദേ ഈ ഒരു കല്ലിനകത്തേക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങ കൂടെ ഇട്ടിട്ടുണ്ട്. തേങ്ങ അതിനകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒരു സമയം കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ പോലത്തെ ഒരു നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാനൊരു പീസ് പുളി എടുത്തിട്ട് വന്നേ, അതുകൂടെ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചിനി അവിടെ കിടന്ന് ചാമ്പലായി പോകുന്നോട്ട് ഞാൻ പറയുന്നത് എടുക്കാന്ന്. ചേട്ടൻ പറയണ വേണ്ട, കുറച്ച് സമയം കൂടെ കിടക്കട്ടെ, ഇങ്ങനെ ഫുള്ള് വെന്തകം എല്ലാം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന്. ഈ സമയത്തിനുള്ളിൽ പിന്നെ നമ്മൾ മുളക് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടികളിലേക്ക് തിരിഞ്ഞു. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗഗനേന്റെ അപ്പച്ചൻ റോഡിൽ നിന്ന് വന്നു. അവൾക്ക് എന്തോ ഒരു പലഹാരം കൊണ്ടാണ് വന്നത്. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇതേപോലെ അപ്പൂപ്പന്മാരൊക്കെ വാങ്ങി തന്നിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ 2 അപ്പൂപ്പന്മാരും മരിച്ചിട്ടുണ്ടായി. ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനി കപ്പ ഈ സമയം കൊണ്ട് റെഡിയായി കാണും. ഇനി അതിലേക്ക് പോവുക. നീയിപ്പം വന്നത് എല്ലാവരും കപ്പയുടെ കാര്യം പറഞ്ഞു. പെട്ടെന്ന് ഓർമ്മ വന്നത് നന്ദുവിനോട് പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ ഒരു കമ്പി എടുത്തിട്ട് എല്ലാം പുറത്ത് കിണ്ടിയിട്ടു. ഇത് സൂപ്പറായിട്ടിരിക്കണം. ഇത്
ഇച്ചിനി റെഡിയായെന്ന് കേട്ടത് ഞാൻ ഓടിച്ചെന്ന് ഒരു ഇല വെട്ടിക്കൊണ്ടുവന്നു. നന്ദു അതിനെ അതാ വാട്ടിയെടുക്കുകയാണ്. ഈ ഇലയിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കപ്പ കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അച്ഛൻ കളത്തിലിറങ്ങി. ഇനി എല്ലാവർക്കും തൊലി കളഞ്ഞു തരുന്ന ഡ്യൂട്ടി അച്ഛനാണ് കേട്ടോ. പുറന്തോലൊക്കെ കളയുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ നമ്മുടെ കപ്പയ്ക്ക്. ഇടികളിൽ ഇടിച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയെ പതുക്കെ ഞാൻ എടുത്തിട്ട് ഈ ഇലയിലേക്ക് വെച്ചെടുത്ത് ചമ്മന്തിയുടെ എരിവും അന്തരീക്ഷത്തിന്റെ ചൂടും മരിച്ചിനിയും കട്ടനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി രാത്രി തന്നെയായിരുന്നു. പൊട്ടിച്ചെടുത്ത് മരിച്ചീനി തോല് കളയുന്നിടയിൽ അച്ഛൻ ഓരോരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പണ്ട് ഇതേപോലെ മരിച്ചിന് ചുട്ട കരിക്കും കൂട്ടി കഴിക്കുമായിരുന്നു, തേങ്ങ കൂട്ടി കഴിക്കുമായിരുന്നു, ചമ്മന്തി കൂട്ടി കഴിക്കുമായിരുന്നു, മുളക് മാത്രം, കപ്പ മാത്രം, അങ്ങനെ എങ്ങനെയൊക്കെയാണ് കഴിച്ചതെന്നുള്ളതൊക്കെ എല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. ചെത്തി എടുക്കണം അല്ലേ? നല്ല ഈ ചാമ്പൽ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ബൈ.